السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. ما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ഇസ്രാ മിറാജിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഇന്നലെ ചെയ്തത്. ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് സ്വന്തമായി പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായി എന്തെങ്കിലും വിവരിക്കാൻ കഴിയുള്ളൂ. പിന്നെ അതെപ്പോഴും കേൾക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നത്. ഏതായാലും രാത്രി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നല്ലോ അന്ന് ഇശാക്ക് വരെ ഉണ്ടായിരുന്നത്. അവിടെയാണ് രാത്രി ഉറങ്ങിയതും. ഫജ്റിൻ്റെ മുമ്പ് അവിടെ തന്നെ എത്തി. ഫജ്റിന് എഴുന്നേറ്റ് പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. രാത്രി ഇശാന്റെ സമയത്ത് ഞാനിവിടെ ഉണ്ട്, നമ്മൾ ഒന്നിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ ഫജ്റിൻ്റെ മുമ്പ് ഞാനിവിടെ ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ ഈദ്ഗാഹിലെ മസ്ജിദുൽ അഖ്സ വരെ പോയി വന്നു എന്ന് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ, ബൈത്തുൽ മുഖദ്ദസിന്റെ മറ്റൊരു പേരാണ് ഈലിയ. അപ്പം മുഅ്മിനുകളായ ആളുകളെ സംബന്ധിച്ചപ്പോൾ അതൊരു പുതുമുള്ള കാര്യമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, അല്ലെങ്കിൽ തന്നെ അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ഉപദ്രവങ്ങളാണ്, കളിയാക്കലും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും. അതിൻ്റെ ഇടക്ക് മക്കക്കാര് സാധാരണ ബൈത്തുൽ മുഖദ്ദസിൽ പോയി വരുന്നവരാണ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരു മാസം യാത്ര ചെയ്തിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിലെത്തുക. അവിടുന്ന് തിരിച്ചു പുറപ്പെട്ടാൽ മക്കയിലെത്തുമ്പോൾ പിന്നെ ഒരു മാസവും വേണം. അങ്ങനെ 2 മാസം കൊണ്ട് പോയി വരേണ്ട ദൂരം ഒരു രാത്രി കൊണ്ട് പോയി വന്ന് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക്, കളിയാക്കുന്നവർക്ക്, നിഷേധിക്കുന്നവർക്ക് അതൊരു ആയുധമാവും. അപ്പോൾ ബലഹീനരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് കാരണം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തങ്ങളത് പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ സ്വീകരിക്കുകയോ ഇല്ലേ, അവർ തെറ്റിദ്ധരിക്കുകയോ വിമർശിക്കുകയോ എന്ന് നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് മാറ്റിവെക്കാൻ കഴിയില്ല. അത് പറയുക തന്നെ വേണം ജനങ്ങളോട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ തൽക്കാലം ഇപ്പം നിങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞ് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുണ്ട് പിടിച്ചു വെച്ചു. അവരെ കുതറി മാറി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മസ്ജിദുൽ ഹറാമിൽ ചെന്നു. മസ്ജിദുൽ ഹറാമിൽ സാധാരണ പോലെ സുബഹി ആയാൽ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടും. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ പോയി തവാഫ് കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ആരോട് തുടങ്ങണം എന്നതിനെപ്പറ്റി ഒരു പിടിപാടില്ല. അപ്പൊ ഇങ്ങനെ ചിന്താമുക്തനായി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോ നമ്മളെ അബൂജഹലിന് ഒരു രസം തോന്നി. എന്താന്നിപ്പോ മൂപ്പർ ഇങ്ങനെ ഒരു വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നത് പോലെ ഒറ്റക്കടുത്തിയെന്നു. അല്ല മുഹമ്മദ്, എന്താണ് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? പുതിയ വാർത്ത വല്ലതും ഉണ്ടോ? കളിയാക്കാൻ ചോദിച്ചതാണ്. അവർ കാരണം കിട്ടിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പുതിയ വാർത്ത ഉണ്ട്. എന്താ ഇപ്പൊ പുതിയ വാർത്ത? ഇന്നലെ രാത്രി നിങ്ങളൊക്കെ കണ്ടതാണല്ലോ, ഞാൻ അവിടെ ഉണ്ട്. അതെ. ഇപ്പൊ രാവിലെയും ഞാൻ അവിടെ ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ കണ്ടല്ലേ. അതിനുശേഷം ഞാൻ ബൈത്തുൽ മുഖദ്ദസിലെ ഈലിയയിൽ പോയി വന്നു പറഞ്ഞു. ഈലിയയിലോ?
ആ ഈ രാത്രി നമ്മൾ പിരിഞ്ഞതിന് ശേഷം സുബിയാണതിന് മുമ്പ് ഈലിയായിൽ പോയി പോന്നോ ചോദിച്ചു. അതെ. അപ്പൊ തന്നെ ഇവന് കളിയാക്കി കൂക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കള്ളി പൊളിഞ്ഞാല് ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞെങ്കിലോ. അപ്പൊ ഒന്നും പറ്റാത്ത നിലക്ക് ശാന്തനായി ചോദിച്ചാൽ, അല്ല മുഹമ്മദ്, ഞാൻ ഇവരൊക്കെ ഒന്നുകൊണ്ട് വിളിക്കാം, ജോലിയോടൊക്കെ പറയോ ചോദിച്ചു. പിന്നെന്താ പറഞ്ഞ? അങ്ങനെ മൂപ്പരവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഖുറൈശികൾ ഒന്നായിട്ട് ഒറ്റ വിളി. എല്ലാരും ഓടി വന്ന്. കാരണം ഇവിടെ എന്താ, രണ്ടാളും ഒന്നിച്ചാണ്. അധ്യക്ഷനായിട്ട് പ്രസംഗിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഇതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനുള്ള പബ്ലിസിറ്റിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത്. അപ്പൊ രണ്ടാളും കൂടിയിട്ടാണല്ലോ ഉള്ളത്. അബൂജഹലാണല്ലോ ഉള്ളത്. എല്ലാവരും വന്നു. വന്നപ്പോൾ പറഞ്ഞു, ഒക്കെ ഇരിക്കി, ശാന്തരായിട്ട് ഇരിക്കിന്ന് പറഞ്ഞു. എല്ലാവരും ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ എന്നോട് പറഞ്ഞ ആ വർത്തമാനം ഉണ്ടല്ലോ, ആ വാർത്ത ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എളുപ്പമായി കിട്ടി. ഏതായാലും പറയണമല്ലോ. ഇയാൾ വിളിച്ചുകൊണ്ട് എല്ലാവരും വന്നു. അപ്പൊ എല്ലാവരോടും ഒറ്റയടിക്ക് പറയാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഇശാക്ക് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു, ഇപ്പൊ ഫജറിന് ഞാൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ബൈത്തുൽ മുഖദ്ദിസിലെ ഈലിയായിൽ പോയി ഞാൻ തിരിച്ചു വന്നു. അത് കേൾക്കേണ്ട താമസം. കൂക്കുന്നു ചിലര് കൈമുട്ടുന്നു, ചിലര് തലയിൽ കൈവെക്കുന്നു, ചിലർ ചൂളം വിളിക്കുന്നു. ആകെ ബഹളം. കാരണം 2 മാസം തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി വരേണ്ട സമയം കുറച്ച് മണിക്കൂറുകളെ കൊണ്ട് പോയി വന്ന് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് നിഷേധിക്കാനുള്ള ഒരു പിടികയറ് കൂടിയായി. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആദ്യം ഇസ്രായിനെ പറ്റി മാത്രമേ പരാമർശിച്ചുള്ളൂ. ശരിക്കും ഇസ്രായിന്റെ അതേ രാത്രി തന്നെയാണല്ലോ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്നിട്ട് 7 ആകാശത്തിലേക്കും പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ച ഒരുപാട് ലോകങ്ങളിലേക്കും സഞ്ചരിക്കുകയും സ്വർഗവും നരകവും ഉൾപ്പെടെയുള്ളത് മുഴുവനും കാണുകയും മാത്രമല്ല, ഈ ലോകത്ത് ചെയ്യുന്ന സകല നന്മകളുടെയും ഓരോ നന്മയുടെയും പ്രത്യേക പ്രതിഫലം എന്താണ് എന്ന് നേരിൽ കാണുകയും ഇവിടെ വെച്ച് ചെയ്യുന്ന ഓരോ തെറ്റിൻ്റെയും പ്രത്യേകമുള്ള ശിക്ഷകൾ എന്താണെന്ന് നേരിൽ കാണുകയും ചെയ്ത് സ്വർഗവും നരകവും ഉൾപ്പെടെ സന്ദർശിച്ചു പോകുന്ന വിവരം ബൈത്തുൽ മുഖദ്ദിസ് പോയി എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാത്തവൻ്റെ മുന്നിൽ ആദ്യം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഖുർആനുൽ ഷരീഫ് ഇസ്രാ സൂറത്തിലെ ഇവിടെ ഇസ്രായിനെ കുറിച്ച് മാത്രം പരാമർശിച്ചു. അത് പറഞ്ഞു, ആദ്യം നിഷേധിച്ചെങ്കിലും പറഞ്ഞു പരിചയപ്പെടുത്തി, വിശ്വാസികൾ അത് ഉൾക്കൊണ്ടു. പിന്നീടാണ് ഇസ്രായേലിന്റെ ശേഷം നടന്ന മിഅ്റാജിലേക്ക് സൂചനയായിട്ട് സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു തആല സുമ്മദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്റതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ إذ يغشى الصدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى എന്ന ആയത്തുകളിലൂടെ സൂറത്തു നജ്മിൽ അല്ലാഹു തആല പിന്നീട് മിഅ്റാജിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. വിശദമായി ഹദീസുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ സംക്ഷിപ്ത രൂപം നേരത്തെ പറഞ്ഞു. ഇസ്രാവും അങ്ങനെ തന്നെയാണല്ലോ. ഇസ്രായേൽ ഇന്നലെ നമ്മൾ പറഞ്ഞതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി സന്ദർശിക്കുകയും അതെന്താണെന്ന് ചോദിക്കുകയും അത് വിവരിക്കുകയും ചെയ്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ചുരുക്കി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന ചുരുങ്ങിയ സംക്ഷിപ്ത രൂപത്തിൽ ഇസ്രായേലിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ച് വിശദമായി പിന്നീട് നജ്മ് സൂറത്തിലൂടെ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ടും കൂടി ഒറ്റയടിക്ക് പറഞ്ഞാൽ
അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് പ്രയാസമാകും എന്നതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാക്കി തിരിച്ച് പറഞ്ഞത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇന്നും ലോകത്ത് ചില ആളുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് എന്ന് പറയുന്നവർ ഇന്നുമുണ്ട്. പഴയ കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒക്കെ സ്വപ്നത്തിലായിരുന്നു ഇസ്രാഉം മിഅ്റാജും എന്ന് പറഞ്ഞ ആളുകളിൽപ്പെട്ട ആളാണ്. പക്ഷേ അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം മക്ക ഫതഹിന്റെ സമയത്താണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഇത് നബുവത്തിന്റെ 11-ാം കൊല്ലം ഹിജ്റയുടെ മുമ്പ് നടന്ന സംഭവമാണ്. നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമായ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉണർച്ചയിൽ തന്നെ, ഇനി അതൊന്നുമല്ല ബുദ്ധിപരമായി ചിന്തിച്ചാലും കാണാലോ, ഒരാൾ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ബഹളവും കുഴപ്പവും ഉണ്ടാവുമോ? എന്തൊക്കെ സ്വപ്നം കാണുന്നു നമ്മളൊക്കെ. ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ മക്കയിൽ പോയത് കാണുന്നു, മദീനയിൽ പോയത് കാണുന്നു, ബൈത്തുൽ മുഖദ്ദസിൽ പോയത് കാണുന്നു, ഇറാഖിലെ ബഗ്ദാദിൽ പോയത് കാണുന്നു. ഇങ്ങനെ എവിടെയൊക്കെ പോയി കാണുന്നു. ചിലപ്പോൾ നമ്മൾ തന്നെ ആകാശത്തിലേക്ക് കയറിപ്പോയി ആകാശത്തിലെ പല കാര്യങ്ങളും കണ്ടതായിട്ട് സ്വപ്നം കാണുന്നു. അതിനൊന്നും ഒരു പുതുമല്ല, സ്വപ്നല്ലേ. ശരീരം കൊണ്ടല്ല, ഉണർച്ചയില്ല, കേവലം സ്വപ്നമാണെങ്കിൽ ഒരു ബഹളവും ഉണ്ടാവില്ല. ഇതാണെങ്കിൽ ചെറിയ ബഹളമൊന്നുമല്ല. വിശ്വാസികളായ ബലഹീനരായ, വിശ്വാസം വേണ്ടത്ര ഉറച്ചിട്ടില്ലാത്ത ചിലരൊക്കെ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകാൻ വരെ കാരണമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മക്കാ മുശ്രിക്കുകൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ വിമർശനവും ഒക്കെ വന്നത് ഉണർച്ചയിൽ സാധാരണ യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്തു. അപ്പോൾ സംശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിന് കൊണ്ടുപോയത് ബുറാഖിന്റെ പുറത്താണ്, ഇസ്രായിന് കൊണ്ടുപോയത്. എന്നാൽ പിന്നീട് ശത്രുക്കൾ മക്കയിൽ താമസിക്കാൻ കഴിയാത്ത, അവിടെ നിന്ന് നാട് വിടാൻ നിർബന്ധിതരാക്കിയ സാഹചര്യത്തിൽ ഹിജ്റ പോയപ്പോൾ എന്തേ ബുറാഖ്? അന്ന് ബുറാഖില്ലായി. എന്തേ? അപ്പോക്ക് ബുറാഖ് ഇല്ലാതായിട്ടാണോ, അല്ലെങ്കിൽ ബുറാഖിനെ കൊണ്ട് സഹായിക്കാൻ അള്ളാഹ്ക്ക് പറ്റാത്തത് കൊണ്ടാണോ? അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിഅ്റാജ്, ഇസ്രാ എന്നത് ലോകത്ത് മനുഷ്യർക്ക് അനുകരിക്കാൻ പറ്റുന്നതോ പിന്തുടരാൻ പറ്റുന്നതോ ആയ സംഗതിയല്ല. അത് അള്ളാഹുവിൻ്റെ ഹബീബിന് മുഅ്ജിസത്തായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് നബിമാർക്ക് ഉണ്ടാവുന്നതിൽ മറ്റുള്ളവർക്ക് എന്തില്ല, ഉസ്വത്ത് ഹസനത്ത് കാണാനില്ല. അതനുസരിച്ച് നമ്മൾ നബി തങ്ങൾ ചെയ്ത പോലെ ചെയ്യാന്ന് പറയാൻ മുഅ്ജിസത്തിലില്ല. അതേ സമയത്ത് ഈ ഹിജ്റ അങ്ങനെയല്ല. ഹിജ്റ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദുൻ വനിയ്യ. മക്കം ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട സാഹചര്യം ഇല്ല. പക്ഷേ വലാകിൻ ജിഹാദുൻ വനിയ്യ, ഓരോ മുഅ്മിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നാലാവുന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളും ചെയ്യൽ കടമയാണ്. അതാണ് ജിഹാദ്. ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യൽ അത് എല്ലാ മുഅ്മിനും നിർബന്ധമാണ്. വനിയ്യ, ഏത് സമയത്താണ് ഞാൻ ജീവിക്കുന്ന നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാവുന്നു, അപ്പോൾ എൻ്റെ കൂട്ടും കുടുംബവും വീടും സ്വത്തും എല്ലാം ത്യജിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് ഏത് ഭാഗമുണ്ടോ അവിടത്തേക്ക് ഞാൻ ഹിജ്റ പോകാൻ സന്നദ്ധനാണ് എന്ന് കൽബ് കൊണ്ട് ഉറപ്പിക്കാത്തവൻ്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഹിജ്റ പൊയ്ക്കൊള്ളുന്നില്ല. നമ്മളെ നാട്ടിൽ തന്നെ മോമിനായി ജീവിക്കുന്നതിനോ ഇബാദത്തുകൾ ചെയ്യുന്നതിനോ ജനങ്ങളോട് ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനോ തടസ്സമില്ല. എന്നാ പൊയ്ക്കൊള്ളുന്നില്ല. പക്ഷേ എന്നാലും വേണം നിയ്യത്ത്. ഇവിടെ മറ്റൊരു സാഹചര്യം വന്നു, ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, മുസ്ലിമാകാൻ പറ്റൂല, ഇവിടെ കാഫറായേ ജീവിക്കാൻ പറ്റൂ.
അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിച്ചുകൂടാ എന്നൊരവസ്ഥ വന്നാൽ അപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എവിടേക്ക് വേണമെങ്കിലും ഹിജറ പോകാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്ന നിയ്യത്ത് വേണം. അപ്പൊ അത് മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ പിന്തുടരേണ്ട ഇത്തിബാ വേണ്ടതായിരിക്കുന്ന ഉസ്വത്ത് ഹസനത്തുള്ള സംഗതിയാണ്. അവിടെ ഹിജർക്ക് പോകുമ്പോൾ അല്ലാഹു തആല ബുറാഖിനെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഹിജറ പോകേണ്ടി വരുമ്പം നടന്നോ കിട്ടുന്ന വാഹനത്തിലോ കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് ബുദ്ധിമുട്ടി തന്നെ പോകേണ്ടി വരും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉസ്വത്ത് വേണം. അതുകൊണ്ട് ഹിജറ പോയപ്പം സാധാരണഗതിയിൽ ഒട്ടകപ്പുറത്ത് 9 ദിവസം യാത്ര ചെയ്തിട്ട് 10-ാം ദിവസമാണ് മദീനയിലെത്തിയത്. അതിന് സഹിച്ച കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒളിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എത്രയോ എന്താ കാരണത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് വേണ്ടി വരും. അവരെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കലാണ്. മേറാജ് പിന്നെ അങ്ങനെയില്ലല്ലോ. അപ്പൊ ശരീരം കൊണ്ട് തന്നെ ആയതുകൊണ്ടാണ്, ഉണർച്ചയിൽ ശരീരത്തോട് കൂടി ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തന്നെയുമല്ല അല്ലാഹു തആല പറഞ്ഞ അസ്റാബി അബ്ദിഹീന, തൻ്റെ ദാസനെ രാത്രി യാത്ര ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അബ്ദ് എന്ന് പറയണമെങ്കിൽ ശരീരം മാത്രമാണെങ്കിൽ, റൂഹില്ലെങ്കിൽ അതിന് അബ്ദ് എന്ന് പറയാറില്ല ഭാഷയിൽ. റൂഹ് മാത്രമുണ്ട്, ശരീരമില്ലെങ്കിൽ അതിനും അബ്ദ് എന്ന് പറയില്ല. ഒന്നിനും ജസദ്, ശരീരം മാത്രമാണെങ്കിൽ ജസദ് എന്നേ പറയുള്ളൂ. ആത്മാവ് മാത്രമാണെങ്കിൽ റൂഹ് എന്നേ പറയുള്ളൂ. രണ്ടും കൂടി കൂടുമ്പോഴാണ് അബ്ദ് എന്ന പ്രയോഗം. ആ പ്രയോഗത്തിൽ തന്നെ ഉണർച്ചയിൽ ആത്മാവും ശരീരവും ഒന്നിച്ചാണ് യാത്ര ചെയ്തത് എന്നറിയുക. ഇതിപ്പോൾ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യം ഉറപ്പാണ്. പക്ഷേ ലോകം ഇന്നും അങ്ങനെ ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട് എന്നും അക്കാലത്തെ സാഹചര്യത്തിൽ ഈ യാത്ര അസാധ്യമാണ് എന്നും വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട്. എനിക്ക് തന്നെ ഒരിക്കൽ അനുഭവമുണ്ട്. ജിദ്ദയിൽ മിറാജിനെ സംബന്ധിച്ച് മാത്രം ഒരു ക്ലാസ് നടത്തിയപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ചോദിച്ച ചോദ്യം, ഇപ്പോഴും ഈ ആദ്യ വിഡിത്തൊക്കെ പറയുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ മുസ്ലിയാരെ, ആകാശത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകാൻ ഇങ്ങനെ മനുഷ്യന് കഴിയുമോ എന്ന് ചോദിച്ച അയാൾ മുസ്ലിമാന്നാ പറയണത്. പക്ഷേ മറ്റേ മുസ്ലിമാണെന്ന് അത്ര ഇത് ഖുർആൻ സൊസൈറ്റിന്റെ ആളാ, വേറെ വിഷയം. ഏതായാലും ആട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഇന്നും അങ്ങനെ ചില ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു സാമ്പിൾ ഉണർത്തിയെന്ന് മാത്രം. പിന്നീട് കൃത്യമായി അവർ ചോദ്യം ചെയ്തു. അവരൊക്കെ ധാരാളം ബൈത്തുൽ മുഖദ്ദസ് പോയവരാ, മസ്ജിദുൽ അഖ്സ കണ്ടവരാ, കച്ചവടക്കാരാണല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, എന്നാൽ അങ്ങനെ പറയുകയാണെങ്കിൽ മസ്ജിദുൽ അഖ്സക്ക് എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, അതിൽ സാധാരണ മെയിൻ ഡോർ ഏത് ഭാഗത്താണ്? ഞാൻ ചോദിക്കട്ടെ, എത്ര കൊല്ലം നിങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ഈ പള്ളിയിൽ ഗ്രാൻഡ് മസ്ജിദ്? ഇപ്പൊ ഞാൻ ചോദിക്കുക നിങ്ങളോട് ചൂണ്ടിയിട്ട് ഈ ഗ്രാൻഡ് മസ്ജിദിന് എത്ര ഡോറുണ്ട് ചോദിച്ചാൽ ആർക്കും അറിയാൻ കഴിയുക? എനിക്ക് കഴിയൂല. കാരണം നമ്മൾ പിന്നെ ഡോറെണ്ണാനല്ലല്ലോ, നിസ്കരിക്കാൻ പോവുക, അതിൻ്റെ ഇടയ്ക്ക് കാണുന്നല്ലാതെ ഇത് ഒരു രാത്രി ഇടിമിന്ന് പോലെ സെക്കൻഡുകൾ മാത്രം പോയി ഒന്നാണ്. എന്നിട്ട് ചോദിക്കുക എത്ര ഡോറുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് എണ്ണിയിട്ടില്ലല്ലോ. ഞാൻ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ഒരു വിഷമം അതിൻ്റെ മുമ്പ് ഞാൻ കുടുങ്ങിയിട്ടില്ല. ചോദിക്കുകയാണല്ലോ, മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് നേരെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു മസ്ജിദുൽ അഖ്സ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇത്ര ഡോറുണ്ട്, തെക്ക് ഭാഗത്ത് ഇത്ര ഡോറുണ്ട്, പടിഞ്ഞാറ് ഭാഗത്ത് ഇത്ര ഡോറുണ്ട്, ഡോറിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞു. അപ്പം ഇത്ര തൂണുണ്ട് ചോദിച്ചു, തൂണ് പറഞ്ഞു. അപ്പം ഇതൊക്കെ എണ്ണിയവരുണ്ട് പലവരും. കൃത്യമാണ് കണക്കുകൾ. ജനല് മുതൽക്ക് അതിൻ്റെ ചുറ്റുവട്ടം വരെ എല്ലാം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഒന്നിലും ഒരു വ്യത്യാസമില്ല. അപ്പോൾ പറഞ്ഞു, വൽ വസ്ഫു കമാ വസഫ, പറഞ്ഞത് അങ്ങനെ തന്നെ, ശരി തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവിടെ പോയി എന്ന് വിശ്വസിക്കാൻ എന്തായാലും നമുക്ക് കഴിയില്ലാറ്. അപ്പം പറഞ്ഞു, എന്നാലും ഞാൻ പറയാം, നിങ്ങളെ ഒരു കച്ചവട സംഘമുണ്ട്, അവർ വഴിമധ്യേ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബൊറാക്കിൻ്റെ തിരിച്ചുള്ള ഓട്ടത്തിൽ ഈ ഒട്ടകം വിരണ്ട് എഴുന്നേറ്റ് ഓടി വട്ടം കറങ്ങി അത് വീണു, അതിന് നടുവൊടിഞ്ഞു. ചുവന്ന നിറത്തിലുള്ള ഒട്ടകം.
മറ്റൊരു യാത്ര സംഘം വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. അവര് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി, എല്ലാവരും കിടന്നുറങ്ങാണ്. ആ സമയത്ത് എനിക്ക് നല്ല ദാഹമുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, വെള്ളം മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി ആ പാത്രം എടുത്ത് വെള്ളം കുടിച്ചു. പാത്രം അങ്ങനെ തന്നെ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട, വേറൊരു കൗമിൻ്റെ കച്ചവട സംഘം തൻഐമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു ചുമന്ന ഒട്ടകമാണുള്ളത്. അതിൻ്റെ പുറത്ത് 2 ചാക്കുണ്ട്, ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും. അതാണ് മുന്നിലുള്ള ഒട്ടകം. ആ ഒട്ടകക്കൂട്ടം ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തും. അപ്പൊ അവര് പറഞ്ഞ് അതൊരു തെളിവാണ്, നമുക്ക് നോക്കാലോ. ഈ 3 കൂട്ടരും വരുമല്ലോ ദിവസങ്ങൾക്കുള്ളിൽ, നമുക്ക് നോക്കാലോ. അങ്ങനെ ആദ്യത്തെ കൂട്ടര് അന്ന് മഗ്‌രിബിന്റെ മുമ്പ് വരും എന്നാ പറഞ്ഞ്. മഗ്‌രിബാകാനാവുമ്പോൾ അവർ കാത്തുന്നു. സൂര്യൻ ഉറൂബാകുമ്പോഴേക്ക് ഈ പറഞ്ഞ എല്ലാ ഷർത്തും ഒത്ത ആ സംഘം എത്തി. മുന്നിലൊരു ചുവന്നൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പുറത്ത് 2 ചാക്ക്, ഒന്ന് കറുത്തുള്ള ചാക്കാണ്, ഒന്ന് വെളുത്ത നിറത്തിലുള്ള ചാക്കാണ്. പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒത്ത്, ഒന്ന് ശരിയാണ്. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം 2ാമത്തെ സംഘം വന്നു. അവരോട് ചോദിച്ചു, അല്ല നിങ്ങള് യാത്രക്കിടയിൽ പ്രത്യേകമായിട്ട് വല്ലതും അനുഭവപ്പെട്ടു ചോദിച്ചു. ആ അനുഭവപ്പെട്ടു. ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കിടന്നോടത്ത് ഒരു പാത്രം വെള്ളം മൂടി വെച്ചിരുന്നു. ഞങ്ങൾ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ പാത്രം അങ്ങനെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളമൊന്നും കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് മുഹമ്മദിൻ്റെ ശബ്ദം കേട്ടതുപോലെ തോന്നുകയും ചെയ്തു. ആളെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. 2 ഒത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ 3ാമത്തെ സംഘവും വന്ന്, ദിവസങ്ങൾക്ക് ശേഷം അതൊക്കെ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ്, എന്തോ ഒരു അസാധാരണമായ ഒരു മൃഗത്തിൻ്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒട്ടകം വരണ്ടു. അത് വട്ടം കറങ്ങി ഓടുന്നതിൻ്റെ വീണ് നടുവൊടിഞ്ഞു. എല്ലാ ഷർത്തും. അപ്പോഴും പറഞ്ഞതൊക്കെ ശരിയാണ്. സെഹറും മുസ്തമിർ, ഇതൊക്കെ വെറും സെഹറാണ്, നീണ്ടു നിൽക്കുന്ന സെഹറാണ് എന്ന് പറഞ്ഞ് അവര് തള്ളിക്കളഞ്ഞു. പക്ഷെ അവര് സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ലക്ഷ്യം എന്തായിരുന്നു? അതാണ് നമ്മൾ പ്രശ്നം. മക്കയിൽ അബൂ ത്വാലിബ് ഇല്ല, ഖദീജ ബീവി ഇല്ല, ദീനി ദഅവത്തിനെ സഹായിക്കാൻ ആളില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തിനേയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ വേണ്ടി അള്ളാഹു കൊടുത്ത അനുഭവങ്ങളിൽപ്പെട്ടതാണ്. നേരത്തെ ജിന്നിനെ കൊണ്ടിട്ട് സഹായിപ്പിച്ചു. പിന്നെ നസ്രാനികളെ വിശ്വസിച്ചുകൊണ്ട് അവർ ദീനി ദഅവത്തിലേക്ക് ആളെ കൂട്ടുന്ന പ്രവർത്തനം ഏറ്റെടുത്തു. ഇനി കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ പിന്തുണ, അവരുടെ സഹായ വാഗ്ദാനം, അതിലൊക്കെ ഉപരി ആകാശ ലോകത്ത് അള്ളാഹുവിൻ്റെ അജായിബ് മഖ്ലൂഖാത്തുകളെല്ലാം നേരിൽ കാണുകയും സ്വർഗവും നരകവും അമലുകളുടെ പ്രതിഫലവും ശിക്ഷയും നേരിൽ കണ്ടനുഭവിച്ച് ഇനി ഒരു സംഗതി എന്ത് പറഞ്ഞാലും ആ പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ട ഒരു സംഗതിയാവുമ്പോൾ ലോകത്ത് എന്ത് എതിർപ്പുണ്ടെങ്കിലും ഒരു ചാഞ്ചല്യവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനും കാര്യങ്ങൾ കണ്ടുകൊണ്ട് പറയുമ്പോൾ, പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചില്ലേ, നമ്രൂദ് തർക്കിച്ച സമയത്ത് എൻ്റെ റബ്ബ് യുഹ്യീഹു യുമീതു പറഞ്ഞു. അപ്പൊ ഇയാളും പറഞ്ഞു അന വഹ്യു യുമീതു പറഞ്ഞു. ഇയാളെന്താക്കി? വധശിക്ഷ വിധിക്കപ്പെട്ട 2 പുള്ളികളെ ജയിലിൽ നിന്ന് ഒളിപ്പിച്ചു. 2 കോടതി വധിക്കാൻ വിധിച്ചതാ. രാജാവ് എന്ന നിലക്ക് ഇയാളുടെ പ്രത്യേക പവർ ഉപയോഗിച്ച് ഒരാളെ വെറുതെ വിട്ടു. മാപ്പാക്കാനുള്ള അധികാരം നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റിന് വരെ ഇല്ലേ, ദയാഹരിച്ച് കൊടുത്താൽ. അങ്ങനെ ഒരാളെ വെറുതെ വിട്ടു, മറ്റേ ആളെ വിധി അനുസരിച്ച് കൊല നടപ്പിലാക്കുകയും ചെയ്തു. അപ്പൊ കണ്ടോ, ഇയാളെ ഞാൻ കൊന്നു, മറ്റേ ആളെ ഞാൻ മരിപ്പിച്ചു, ഇയാളെ ജീവിപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെയല്ല എൻ്റെ റബ്ബ് ജീവിപ്പിക്കലുകാർ. പിന്നെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പുതിയ ജീവനോട് കൊടുക്കുക, അങ്ങനെ ജീവിപ്പിക്കാറ്. എടുത്താക്കി ഇയാൾ ചോദിച്ചു കണ്ടണോന്ന് ഇബ്രാഹിമിനോട്, കണ്ടണോ ചോദിച്ചു. അതേന്ന് പറയാന് കണ്ടിട്ടില്ലല്ലോ.
അപ്പൊ അവനോട് പിന്നെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വേറെ മറുപടി പറഞ്ഞു. എന്നാ പോട്ടെ, അത് വിട്. എല്ലാവർക്കും തിരിയുന്ന മറ്റൊരു തെളിവ് പറഞ്ഞ, എൻ്റെ റബ്ബാണ് എന്നും കേൾക്കുന്ന സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് സമീപിക്കുന്നത്. നീ റബ്ബാണെന്ന് പറയുകയാണെങ്കിൽ നീ പടിഞ്ഞാറ് ഉദിപ്പിച്ച് കേൾക്കുന്ന സമീപിച്ചതാണ്. അതിന് പിന്നെ നിവൃത്തിയില്ലല്ലോ. ഇതിന്റെ ശേഷമാണ് അല്ലാഹു തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരണം. കാലവരം തൂമിൻ, അതിൽ നിങ്ങൾക്ക് ഈമാൻ ഇബ്രാഹിം നബിയെ? കാലബല, എനിക്ക് നല്ല ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, കണ്ണ് കാണട്ടെ. കണ്ണ് കണ്ടാൽ കൽബിനൊരു തുമനീനത്ത് കിട്ടും. ഇതാ കണ്ടാൽ അതിനൊരു പ്രത്യേക തുമനീനത്തുണ്ട്. അപ്പോ ആകാശഭൂമികളിലുള്ള എല്ലാം നേരിൽ കണ്ട്, സ്വർഗവും നരകവും കണ്ട്, കൂലിയും കുറ്റവും കണ്ടു കഴിഞ്ഞാൽ തുമൈനീനത്തുൽ കൽബായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുമൈനീനത്തുൽ കൽബ് കൊടുക്കൽ ഇതിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യമായിരുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ അജായിബ് മഖ്ലൂഖാത്ത് മൊത്തം കണ്ട ഒരാളെങ്കിലും വേണ്ടേ? മറ്റേ നമ്മൾ പറഞ്ഞല്ലോ, മേലെന്ന് വരുന്നവർ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നു, അവർക്ക് കീഴ്പോട്ട് പ്രവേശനമില്ല. താഴ്ന്നു പോകുന്നവർ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നു, അവർക്ക് അവിടുന്ന് മേപ്പോട്ടും പ്രവേശനമില്ല. അപ്പൊ ഇത് സമ്പൂർണ്ണമായി സഞ്ചരിച്ച ഒരാളെങ്കിലും ഇരിക്കട്ടെ. അതുകൊണ്ടാണ് സയ്യിദുൽ കൗനൈൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അള്ളാഹുവിൻ്റെ അജായിബ് മഖ്ലൂഖാത്ത് സമ്പൂർണ്ണമായി കണ്ട മറ്റാരുമില്ല. എല്ലാം കഴിഞ്ഞ് മേലെ വരെ പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാം കണ്ടു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ലിനുരിയഹു മിൻ ആയാതിനാ, മിറാജിന്റെ ഏറ്റവും ഉന്നതമായ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞെന്താ? ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലുത്, ലോകത്ത് ഇന്നോളം ആരും ദർശിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ദൃഷ്ടാന്തം കണ്ടു. ഇവിടെ ചില സാധുക്കൾ പറയാറുണ്ട്, ഇപ്പൊ അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ ആയത്ത്? എന്താ ഏറ്റവും വലിയ വർത്താനം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തൻ്റെ റബ്ബിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കണ്ടു. റബ്ബിനെ കണ്ടു എന്നല്ലല്ലോ പറഞ്ഞത്, റബ്ബിനെ കണ്ടു എന്നല്ലല്ലോ പറഞ്ഞത്. റബ്ബിന്റെ ആയാത്ത് എന്തിനാ കൊണ്ടുപോയത് എന്ന് ആദ്യം പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിനാ. ഇത് അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ് എന്നതിന്റെ ദൃഷ്ടാന്തമാണ്. അല്ല ഞാൻ എന്ത് പറയും? ഇപ്പൊ കണ്ടോ, അല്ലാഹു തആല അർശിന്റെ മോളിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടുന്ന് കൊണ്ടുപോയത് കൊടുക്കുക? അർശിക്ക് കൊണ്ടുപോയി. എന്തിന്? കാണാൻ വേണ്ടിയിട്ട്. വിവരമില്ലാത്ത ജാഹിലീങ്ങള് അല്ലാഹു തആല അർശിലായതുകൊണ്ട് ആ അർശിലുള്ള അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങളെ കൊണ്ടുപോയത് എന്ന് പറയും. അതല്ല, അള്ളാഹിനെ കാണാൻ വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. അള്ളാഹു സ്ഥലകാലാതീതനാണ്. സ്ഥലവും കാലവും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളിലേക്ക് ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു വൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാഉ വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. സൃഷ്ടികളെല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്. സ്ഥലവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, കാലവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സ്ഥലത്തിലേക്കോ കാലത്തിലേക്കോ ആവശ്യമുണ്ടെന്ന് വന്നാൽ സൃഷ്ടികളെ ആശ്രയിച്ചുകൊണ്ടാണ് അള്ളാഹു നിലനിൽക്കുന്നത് എന്ന ഒരു അബദ്ധധാരണയിലേക്ക് എത്തും. അത് അർശും അല്ലാത്തതും ഒക്കെ ഒരു കണക്കാണ്, ഒക്കെ സൃഷ്ടിയാണ്. സൃഷ്ടിയിലേക്ക് ആവശ്യമുണ്ട് അള്ളാഹ്ക്ക് എന്ന് വന്നാൽ അള്ളാഹു സ്വയം നിലനിൽക്കില്ല എന്ന് വരും. അപ്പോ അള്ളാഹിനെ കാണാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അള്ളാഹു തആലാനെ കാണുന്നതിനുള്ള തടസ്സം എന്താ? അള്ളാഹു ദൂരത്തായതുകൊണ്ടാ? നമ്മളൊക്കെ വിശ്വസിക്കേണ്ട വിഷയമാണല്ലത്. അള്ളാഹിനെ എന്തുകൊണ്ട് കാണുന്നില്ല? അതിനുള്ള കഴിവ് അള്ളാഹു തആല നമ്മുടെ കണ്ണിന് ഇപ്പോൾ തന്നിട്ടില്ല. അതാ വിഷയം. അള്ളാഹുവിന്റെ കലാമ് കേൾക്കുന്നതിന് എന്താ തടസ്സം? അതിനുള്ള കഴിവ് ഇപ്പോൾ നമ്മുടെ കാതിന് അള്ളാഹു തആല തന്നിട്ടില്ല. അള്ളാഹു വേണ്ടുക വെക്കുന്നവർക്ക് അവൻ വേണ്ടുക വെക്കുന്ന സമയത്ത് അവൻ കേൾവിക്കുള്ള കുതിർത്ത് കൊടുത്താൽ കേൾക്കും. അതെപ്പോൾ എടുത്തു കളയുന്നു അപ്പം നിൽക്കും. കരീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം എങ്ങനെ കേട്ടത്? മുണ്ടാതെക്കുന്ന അള്ളാഹു തആല മൂസാ നബി വന്നപ്പോൾ സംസാരിച്ചു എന്നാ. അപ്പൊ നമ്മളും പഠിച്ചവനും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിനെ പോലെ തന്നെ ഖദീമാണ്, എന്നും നിലനിൽക്കുന്നതാ. കേൾക്കാനുള്ള ഈ തടസ്സം അള്ളാഹു തആല എടുത്തു കളഞ്ഞപ്പോൾ കേട്ടു. അത് അള്ളാഹു ഉദ്ദേശിച്ച ഖദർ എത്തിയപ്പോൾ പഴയ തടസ്സം തിരിച്ചു വന്നു. അള്ളാഹിന്റെ കലാമിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മാറ്റം ഉണ്ടായത് മൂസാ നബിക്കാ. മൂസാ നബിന്റെ കേൾവിക്ക്
നമ്മളൊക്കെ കേൾവി പോലെ അള്ളാഹിന്റെ കലാമ് കേൾക്കുന്നതിനെ തൊട്ട് തടസ്സം ഉണ്ടായിരുന്നു. അത് അള്ളാഹു തആല എടുത്തു കൊടുത്തു. അപ്പൊ കേട്ടു. അത് അള്ളാഹു ഉദ്ദേശിച്ച ഖദർ എത്തിയപ്പോ പഴയ ആ കഴിവ് എന്നതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളൊക്കെ പോലെ തന്നെ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണുന്നതിന് തടസ്സമുണ്ട്. അതിനുള്ള കഴിവ് നമ്മളെ കണ്ടതിന് അള്ളാഹ് തന്നിട്ടില്ല. എല്ലാം അള്ളാഹ് തരുന്നത് തന്നെയല്ലേ. അള്ളാഹ് തന്നിട്ടില്ല. ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കാണാനുള്ള കഴിവ് പടപ്പുകൾക്ക് ആർക്കും അള്ളാഹു തആല കൊടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഖദർ കാണാനുള്ള ഖുദ്റത്ത് അള്ളാഹു തആല നബി തങ്ങൾക്ക് കൊടുത്തു. അപ്പൊ കണ്ടു. അള്ളാഹ്ക്ക് സ്ഥലകാല അതീതനാണ് എന്നതിന്റെ തെളിവായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഹറമൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്ത. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി കടലിന്റെ അടിയിൽ ഇരുട്ടിന്റെ രാത്രിയുടെ ഇരുട്ട്, കാർമേഘത്തിന്റെ ഇരുട്ട്, കടലിന്റെ അടിയുടെ ഇരുട്ട്, ഈ ഇരുട്ടുകൾക്കുള്ളിൽ കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിന്റെ അടിയിൽ വെച്ചിട്ട് ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ഈ ഇരുട്ടുകൾക്കുള്ളിൽ കടലിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ട് അല്ലാഹു തആലാനോട് മുനാജാത്ത് ചെയ്തതും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ മുകളിൽ വെച്ച് റബ്ബാവുന്ന തമ്പുരാനോട് മുനാജാത്ത് ചെയ്തതും ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്ത. അർശിന്റെ മുകളിൽ വെച്ച് ഞാൻ റബ്ബിനോട് മുനാജാത്ത് ചെയ്യുമ്പോൾ അപ്പോഴും റബ്ബും പടപ്പും ഒരു അകലമാണ്. കടലിൻ്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഇരുട്ടുകൾക്കുള്ളിൽ നിന്നിട്ട് അള്ളാഹുവിന് മുനാജാത്ത് ചെയ്യുന്ന യൂനുസ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിലേക്കുള്ളതായ ഖുർബിന്റെ വിഷയത്തിൽ ഒരു കണക്കാ. കാരണം എന്താണ്? സ്ഥലകാല വ്യത്യാസം അള്ളാഹുവിനില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹിനെ കാണാൻ അങ്ങോട്ട് കൊണ്ടുപോയതല്ല, മറിച്ച് ലിനുരിയഹു മിൻ ആയാതിനാ, ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ അദൃശ്യമായ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അതിന് പോണോ? തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനല്ലേ? തങ്ങൾ പോയി കണ്ടോട്ടെ. അതിന് അള്ളാഹു തആല ഖുദ്റത്ത് കൊണ്ടിട്ട് മുഅ്ജിസത്തായിട്ട് കാണിച്ചു കൊടുത്തു. അള്ളാഹിനെ കാണാൻ പോയി എവിടെയും അള്ളാഹു തആല, അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറഞ്ഞു ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദൃഷ്ടാന്തമൊക്കെ അള്ളാഹു തആല പറഞ്ഞു, നടന്നു കണ്ടു. അള്ളാഹിനെ കാണാൻ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിനെ കാണൽ എല്ലായിടത്തും ഒരു കണക്കാണ്. അള്ളാഹു തആലക്ക് സ്ഥലവും കാലവും ഇല്ല. അപ്പോ ഇവിടെ കണ്ട് എന്നതിന്റെ തെളിവാണ്, പക്ഷെ കൊണ്ടുപോയത് കാണാനല്ല എന്നതിന്റെ തെളിവാണ്. അപ്പൊ പിന്നെ ഖുർആൻ ഇറങ്ങുക. അപ്പൊ വിഷയം ഒരു വേറെ അഖീദയ്ക്ക് പോകും. ചരിത്രം പറഞ്ഞിട്ട് ഖുർആൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്കറിയാലോ, അള്ളാഹു തആല അർശിന്റെ മുകളിലല്ലേ. അർശിന്റെ മുകളിൽ അള്ളാഹു തആല പറഞ്ഞ കലാമ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടിട്ട് ഇറങ്ങുക. അപ്പൊ മുകളിലാണെന്നുള്ളതിന് തെളിയുക. ഈ നസല 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 എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറങ്ങാന്നൊന്നും അതിന് അർത്ഥമില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, സാധാരണ പത്രക്കാര് പത്രക്കുറിപ്പ് ഇറക്കാറ് ഇത് മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കുക. ധവളപത്രം ഇറക്കണം. പ്രതിപക്ഷമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഗവർണറോട് ഈ വിഷയത്തെക്കുറിച്ച്. ധവളപത്രം ഇറക്കണം എന്നാണ്. ഗവർണർ പത്രക്കുറിപ്പ് ഇറക്കിയാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് പത്രക്കുറിപ്പ് ഇറക്കി മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കുക. ഈ ഇറക്കലിനൊക്കെ പബ്ലിഷ് ചെയ്യാന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇത്രയല്ലേ അർത്ഥമുള്ളൂ. പബ്ലിഷ് ചെയ്യാന്നുള്ള അത്ര തന്നെ ഈ ഖുർആൻ ഇറങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. പിന്നെ ചിലവർ പറഞ്ഞാൽ അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുൻതഹയിലാണല്ലോ, ബഹ്റുന്നൂറിന്റെ പരിസരത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനം. അവിടെയാണ് ഉണ്ടാകുക. അള്ളാഹു കൽപ്പിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു കൽപ്പിച്ച ഖുർആൻ ആയി തങ്ങൾക്ക് ഇറങ്ങി വരും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതിനെ സംബന്ധിച്ച് ഈ ഇറക്കം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമില്ല. വാർത്ത ഇറക്കുക, പത്രക്കുറിപ്പ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ മേലെ നിന്ന് കീഴ്പോട്ട് ഇറക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പബ്ലിക്കാക്കുക, പബ്ലിഷ് ചെയ്യുക, പരസ്യപ്പെടുത്തുക. അള്ളാഹു തആലാന്റെ കലാമ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക നേരത്തുള്ള. അല്ലാതെ അള്ളാഹു തആല അർശിലാണ് എന്ന് പറഞ്ഞാൽ അർശ് എന്താ അള്ളാഹു തആലാന്റെ മുമ്പുള്ളതാ? അല്ല, ആദ്യം അർശ് ഇല്ലെങ്കിൽ അള്ളാഹു തആല ഈ അർശ് ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയിരുന്നു? അർശ് ഉണ്ടായപ്പോൾ ഇപ്പൊ അർശിന്റെ മുകളിലാണ് നടന്നത്. അർശ് ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയിരുന്നു? അള്ളാഹു തആലക്ക് കാലില്ലാത്തവനല്ലേ. ഇനി ഈ അർശ് ഖിയാമത്ത് നാളിൽ എല്ലാം നശിക്കുന്ന കൂട്ടത്തിൽ അർശും നശിക്കൂ. അപ്പൊ അള്ളാഹു തആല എവിടെ ഉണ്ടാകുക? ഇങ്ങനെ ഇത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്കാണ് കണക്ക്. അപ്പൊ അതല്ല, അള്ളാഹു തആലക്ക് എല്ലാം ഒരു കണക്കാ. എല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാ. ചില പടപ്പുകൾക്ക് മറ്റു ചില പടപ്പുകളെക്കാൾ അള്ളാഹു തആല ബഹുമാനവും ആദരവും കൊടുത്തിട്ടുണ്ട്.
അക്കൂട്ടത്തിൽ അള്ളാഹു തആല വളരെ ബഹുമാനവും ആദരവും കൊടുത്തെന്നാണ് അർശ്. അതുപോലെ തന്നെ ബൈത്തുൽ മാമൂർ, കഅബ ഷരീഫ്, അള്ളാഹുവിന്റെ പള്ളികൾ, അതൊക്കെ അള്ളാഹിന്റെ പടപ്പുകൾ തന്നെയാണ്. പക്ഷേ അതിന് ചിലതിനില്ലാത്ത ബഹുമാനവും ആദരവും കൊടുത്തു എന്നല്ലാതെ അള്ളാഹു തആലാക്ക് ഈ പറഞ്ഞ ഒരു സൃഷ്ടികളിലേക്കും ഒരു നിലക്കും ആവശ്യമില്ലാത്തവനാണ്. ചുരുക്കുക. ഏതായാലും മെഹറാജിനെ പറ്റി എവിടെ എത്തിയിട്ടില്ല എന്നിട്ട് പറഞ്ഞാൽ നമ്മളെ വിഷയങ്ങളൊന്നും എവിടെ എത്തൂല. അതുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. ആ ഭാഗം മരിക്കട്ടെ. ഇത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ തന്നെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അക്രമങ്ങളും കയ്യേറ്റങ്ങളും വിമർശനങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരുന്നു. അതൊന്നും നബി തങ്ങളുടെ ദഅവത്ത് പ്രവർത്തനത്തിന് ഇത് പ്രതിബന്ധവുമായില്ല. നബി തങ്ങൾ അപ്പോഴും എന്താക്കും? കച്ചവട സംഘങ്ങൾ സൂക്കുകളിൽ, പല ഗോത്രപ്രതിനിധികളും സൂക്കുകളിൽ വരും. സൂക്കോക്കാവ്, സൂക്കുദുൽ മജാസ്, സൂക്ക് മജന്ന, വലിയ 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 സൂക്കുകളാണ്. അറബി ലോകത്തെ എല്ലാ പ്രദേശത്തു നിന്നും കബീലകളും അവരുടെ നേതാക്കന്മാരും വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആളെ പരിചയപ്പെടുത്താനും കാര്യങ്ങൾ അന്വേഷിക്കാനും കൂടെ ഉണ്ടാവും. നബി തങ്ങളുടെ ഖാദിമായിട്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ടാവും. പോറ്റുമകനാണെന്ന്. ഇങ്ങനെ ഈ മൂവർ സംഘം ഇങ്ങനെ നടന്ന് പല കബീലകളുമായി സംസാരിച്ചു. ഒക്കെ നബി തങ്ങൾക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വിശ്വസിക്കുക. അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും കിട്ടും. അതില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ എന്നോട് കൽപ്പിക്കപ്പെട്ട റിസാലത്ത് ജനങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ ഞാൻ നിങ്ങളെ നാട്ടിൽ വരാം. നിങ്ങൾ എന്നെ സംരക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് താല്പര്യം വിശ്വസിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കൂല. പക്ഷെ നിങ്ങൾ എന്നെ ഏറ്റെടുത്ത് സ്വതന്ത്രമായി ഈ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു തരണം. ചിലർ മാന്യമായി ഒഴിവായി, ചിലർ വളരെ പരുഷമായും വളരെ നീചമായും തള്ളിക്കളഞ്ഞു. അങ്ങനെ നിരന്തരം ഹജ്ജിലും ഉംറവേളകളിലും ഹജ്ജ് വേളകളിലും സൂക്കുകളിലും നടന്ന് ദഅവത്ത് നടത്തുകയാണ്. അങ്ങനെ പോയി ഏതൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ആക്ഷേപങ്ങൾ ഉണ്ടായാലും കുറ്റപ്പെടുത്തലുകൾ വന്നാലും ഒന്നും അസ്വസ്ഥനാവാതെ ശാന്തനായി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ മദീനയിൽ തൊട്ട് സമീപകാലത്ത് ബുആസ് യുദ്ധം എന്ന പേരിൽ കഠിനമായ ഒരു യുദ്ധം നടന്നിരുന്നു. യൗമുൽ ബുആസ് എന്ന് പറഞ്ഞാൽ മദീനയുടെ വിധി നിർണയിച്ച യുദ്ധമാണ്. ശരിക്കും മദീനക്കാരെ പരിചയപ്പെട്ടാലേ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ ഹമൈസന്റെ മക്കൾ പരമ്പരയിൽ വന്ന യമനിൽ താമസിച്ചിരുന്നവരും അവിടുത്തെ രാജകുടുംബാംഗങ്ങളുമായിരുന്നു അവര്. ഔസും ഹസ്റജും ഹാരിസത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൈലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ ജനിച്ച മക്കളാ. നേരെ ജ്യേഷ്ഠനും അനുജനുമാണ്. ഹാരിസിന്റെയും കൈലത്തിന്റെയും മക്കളാണ് ഔസ് എന്ന് പറയുന്ന ആളും ഹസ്റജ് എന്ന് പറയുന്ന ആളും. അവര് തുബ്ബൈ രാജാവിന്റെ കൂടെ പറഞ്ഞാൽ അവിടെ ചരിത്രം എത്തും. തുബ്ബൈ രാജാവ് രാജസഞ്ചാരിയായിരുന്നു, യമനിലെ രാജാക്കന്മാരിൽപ്പെട്ട്. ഇയാളുടെ കൂടെ 400 മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു ഇയാൾക്ക് ഉപദേശം നൽകിക്കൊണ്ട്. അങ്ങനെ ഈ 400 പണ്ഡിതന്മാർ പല രാജ്യങ്ങളിലും രാജാവിന്റെ കൂടെ സഞ്ചരിച്ചു. യസ്രിബിലെത്തിയപ്പോ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, കാലത്ത് വരുന്ന ഇബ്രാഹിമി മില്ലത്ത് പുനരുജ്ജീവിപ്പിക്കുന്ന അവസാനത്തെ പ്രവാചകൻ ഹിജ്റ വരുന്ന പ്രദേശമാണ് ഇവിടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളും മഹത്വങ്ങളും ഒക്കെ അവർ വേദങ്ങളിൽ നിന്ന് പഠിച്ചത് ഇദ്ദേഹത്തോട് പറഞ്ഞ്, എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും നിങ്ങളെ കൂടെ യമനിക്ക് പോരാനില്ല, ഞങ്ങളിവിടെ താമസിക്കാം. കാരണം ഞങ്ങളുള്ള കാലത്ത് ആ നബി വരികയാണെങ്കിൽ ഞങ്ങൾ ആ നബിൻ്റെ ഉമ്മത്തുകളായി അവരുടെ ഖാദിമങ്ങളായി ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ മുമ്പ് മരിച്ചു പോയാൽ ഞങ്ങളെ മക്കളോട് ഞങ്ങളത് വസിയത്ത് ചെയ്യും. അങ്ങനെ രാജാവിന് നബി തങ്ങളുടെ മഹത്വം മനസ്സിലായപ്പം അവിടെ നിന്ന് ഒരു സ്ഥലം വില കൊടുത്ത് വാങ്ങി അതിൽ ഒരു വീട് നിർമ്മിച്ച് ഒരു കത്തും എഴുതി കൊടുത്തു. ആ നബി വരുമ്പോൾ ഈ വീടും ഈ സ്ഥലവും അദ്ദേഹത്തിന് എൻ്റെ വക കൊടുക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് പറയണം, ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പറയണം എന്നൊരു കത്തും എഴുതിയിട്ട്
ഇതിലെ വലിയ പുരോഹിതനായ പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചു. ഈ 400 ആളുകൾക്കും താമസിക്കാനുള്ള സൗകര്യവും രാജാവ് ചെയ്തു കൊടുത്തു. അങ്ങനെ അവരെ പിന്മുറക്കാരാണ് അൻസാരികൾ. ഈ ഔസും ഖസറജും ഒക്കെ പെട്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് തമ്മിൽ ജേഷാനിജന്റെ മക്കള് തമ്മിൽ വലിയ സംഘടന ഉണ്ടായി. ചെറിയ പ്രശ്നത്തിന് ജേഷന്റെ അവിടുത്തെ ഒരു ഒട്ടകം കയറ് പൊട്ടിച്ചു വന്ന് അനുജന്റെ ഒട്ടകം, അനുജൻ ഈത്തപ്പന തോട്ടത്തിൽ നട്ടിരുന്ന ഒരു ഈത്തപ്പന തൈ കടിച്ചു പറിച്ച്, നാക്കാരിയല്ല, ഇതിനെന്താ ബുദ്ധിയുണ്ടോ, കടിച്ചു പറിച്ച്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വാക്കേറ്റമായി, അങ്ങനെ യുദ്ധമായി. ഏതാണ്ട് 200 കൊല്ലത്തോളം സന്ധിയില്ലാത്ത യുദ്ധം തന്നെ. ഈ കൊല്ലം ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വേറെ യുദ്ധം, അടുത്ത കൊല്ലം വേറെ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അതിൽ നശിച്ചു. ഇത് മുതലെടുക്കാൻ വേണ്ടി യഹൂദികളുണ്ട്. ഇവരെ തമ്മിൽ തല്ലിച്ചിട്ട് ഇവരുടെ പണി പലിശ കൊടുക്കുക, ആയുധം ഉണ്ടാക്കി വെക്കുക. ഇപ്പോഴും യഹൂദി നസറാക്കളുടെ പണി അത് തന്നെ. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, ആയുധ കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലിശ വ്യവസായം എന്നും, പലിശ ബിസിനസിന്റെ തലതൊട്ടപ്പന്മാർ എന്നും യഹൂദികളാണ്. ആയുധ നിർമ്മാണത്തിലും അവർ തന്നെയാണ് എന്നും മുമ്പന്തിയിൽ. എന്നിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടെങ്കിലല്ലേ ആയുധം ചിലവാകുള്ളൂ. നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലല്ലേ പലിശക്ക് ആളുള്ളൂ, ഇത് വാങ്ങുള്ളൂ, അത് ഉണ്ടാക്കുക. അങ്ങനെ ഇവരെ ഔസിനെയും ഖസറജിനെയും തമ്മിലടുപ്പിച്ച് അവർക്ക് ആയുധം വിറ്റിട്ടും അവരോട് പലിശക്ക് കാശ് കൊടുത്തിട്ടും ഇവരിങ്ങനെ മൂട്ട പോലെ ചോര കുടിച്ച് വളരെ ഈ പാവങ്ങൾ തമ്മിലടിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടക്ക് സന്ധിയിലാവും, നല്ലൽക്കാവും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തെറ്റും. അങ്ങനെ ഏതാണ്ട് ഒരു നല്ല അവസ്ഥയിൽ എത്തിയ സമയത്താണ് ഔസിൽപ്പെട്ട ഒരാള്, ഖസറജ് ഗോത്രക്കാരുടെ ഹലീഫ്, ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ആളല്ല, അവരോട് സഹകരണ സത്യം ചെയ്ത കുടുംബത്തിൽപ്പെട്ട ഒരാളെ, ഔസ് ഗോത്രക്കാരനായ ഒരാൾ കൊന്നു. അപ്പൊ അവരുടെ 2 കൂട്ടരും അംഗീകരിക്കുന്ന നിയമപ്രകാരം ഒരു തറവാട്ടുകാരനെ മറ്റൊരു തറവാട്ടുകാരൻ കൊന്നാൽ പകരം കൊല്ലാം. പക്ഷെ ഒരു തറവാട്ടുകാരൻ മറ്റേ തറവാട്ടുകാരൻ്റെ ഹലീഫിനെ കൊന്നാൽ ദിയ വാങ്ങാനേ പാടുള്ളൂ, കൊല്ലാൻ പാടില്ല. ദിയത്ത് കൊടുക്കണം. അന്ന് 10 ഒട്ടകാണല്ലോ. പിന്നെ തങ്ങളുടെ അബ്ദുള്ള എന്നവരുടെ ഫിരിയോടുകൂടിയാണ് 100 ആക്കി മാറ്റി. അങ്ങനെ 10 അല്ലെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം, ഇത്രയേ ഉള്ളൂ, കൊല്ലാൻ പാടില്ല. പക്ഷെ ഇവിടെ സാധാരണ ഇവരുടെ കായികക്ക് തത്വത്തിനെതിരായിട്ട് ഔസുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഖസറജുകാർ തയ്യാറായി. ഖസറജുകാരുടെ ഹനീഫിനെ കൊന്നതിന് പകരം ഔസുകാരനെ കൊല്ലാൻ തയ്യാറായി. അത് ഔസുകാർ സമ്മതിച്ചില്ല. അങ്ങനെ പരസ്പരം അതൊരു വലിയ യുദ്ധത്തിന്റെ വക്കീലെത്തി. അങ്ങനെയാണ് മദീനയിൽ നിന്നിട്ട് ഏകദേശം 2 മൈൽ അകലെയുള്ള ബനൂ ഖുറൈളയുടെ സമീപത്ത് വെച്ച് യൗമുൽ ബുആസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ യുദ്ധം നടക്കുന്നത്. സഹാബാക്കളുടെ പ്രമുഖ നേതാവായ അൻസാരി നേതാക്കളിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ ഹുദൈർ എന്നവരായിരുന്നു ഔസിന്റെ നേതാവ്. ഹുദൈറുൽ ഖതായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രസിദ്ധ നേതാവും അതോടുകൂടി വലിയ ധീരനായ പോരാളിയുമായിരുന്നു അദ്ദേഹം. മറുഭാഗത്ത് ഉമൈർ ബിൻ നുഅ്മാൻ, അംർ ബിൻ നുഅ്മാൻ അൽ ബയാളി എന്ന് പറയുന്ന ആളാണ് ഖസറജിന്റെ നേതാവ്. ഈ 2 ആളുകളും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്ന് മാത്രമല്ല, പരിചയവും പക്വതയും കാര്യശേഷിയും വന്ന മുതിർന്ന നേതാക്കൾ മുഴുവനും ബുആസിൽ കൊല്ലപ്പെട്ടു. 2 കുടുംബത്തിൽ നിന്നും, ഔസിലും ഖസറജിലുമുള്ള എണ്ണി പറയാൻ പറ്റുന്ന തലയെടുപ്പുള്ള നേതാക്കളെല്ലാം പോയി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം, അള്ളാഹുവിന്റെ ഹബീബിന് മദീനയിൽ അംഗീകാരവും സ്വീകാര്യതയും കിട്ടാൻ വേണ്ടി അള്ളാഹു ചെയ്ത് അവന്റെ ഹിക്മത്ത് കൊണ്ടുവച്ച ഒരു സംഭവമാണ് യൗമു ബുആസ്. കാരണം ഈ ഇരുത്തം ചെന്ന പഴയ നേതാക്കന്മാര് അവരൊരിക്കലും എത്ര വലിയവരാണെങ്കിലും മറ്റൊരുത്തന്റെ മുന്നിൽ തല കുണക്കൂല, ഒരുത്തന്റെ കീഴിൽ അവർ കീഴ്പ്പെട്ട് ജീവിക്കൂല. അങ്ങനെ ഒരു തലക്കനുണ്ട്. ഈ തലക്കനുള്ളവരൊക്കെ പോയി. അതിലാകെ ബാക്കിയ ഒറ്റൊരു മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അത് ഈ ഹുദൈറിനൊക്കെ പോലത്തെ മദീനത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത വലിയ നേതാവ്. അയാളൊന്നും ഒരാളെ കീഴിലോ ഒരാൾ പറയുന്ന വാക്കനുസരിച്ചോ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തു നോക്കിയിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ പോയി ഇയാൾ ഒറ്റക്കായി. ഇയാളെ പിന്നെ രാജാവാക്കാൻ നിൽക്കുകയും
രണ്ടു കൂട്ടരും കൂടി അംഗീകരിച്ച് ഇയാളെ രാജാവാക്കാൻ വേണ്ടി എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാം മതം സഹാബത്ത് സ്വീകരിക്കുകയും നബി തങ്ങളെ ക്ഷണിച്ച് ഹിജറ വരികയും എന്നേക്കുമായിട്ട് അയാളുടെ അധികാരം നഷ്ടപ്പെട്ടു എന്ന അസൂയ കൊണ്ടാണ് അയാൾക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും മരിക്കുന്നത് വരെ ഇസ്ലാമിലേക്ക് വരാതെ അങ്ങനെ മുനാഫിഖ്. അപ്പൊ ഈ നേതാക്കന്മാരൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ മക്കത്തേൻ്റെ അപ്പുറമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാനോ തങ്ങൾക്ക് കീഴ്പ്പെടാനോ അവർ സന്നദ്ധരാവില്ല. അപ്പൊ അങ്ങനത്തെ ആ മൂത്ത തടിയൊക്കെയാണ് തട്ടിക്കളഞ്ഞു പോയതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയും എപ്പോഴും യുദ്ധം ഉണ്ടാകാന്നുള്ളൊരവസ്ഥയാണ് ഔസും ഹസ്റജും തമ്മിൽ. അങ്ങനെ ഹസ്റജ്കാരായ 4-5 ആളുകൾ മക്കയിൽ വന്നു. അവരുടെ ലക്ഷ്യം ഖുറൈശികളുമായി സന്ധി ചെയ്ത് അവർക്ക് ഔസിനെതിരിൽ യുദ്ധം ചെയ്യാൻ ഇവരെ സഹകാരികളായി കിട്ടാൻ വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാദർച്ഛികമായി അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ വന്നതിനേക്കാൾ ഹൈറായത്, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഉത്തമമായത് ഞാൻ പറയാം. അള്ളൊരുവനായ റബ്ബിൽ വിശ്വസിക്കുകയും റസൂലാവുന്ന എന്നെ അംഗീകരിക്കുകയും എന്നെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ദുന്യാവിലെയും ആഖിറത്തിലെയും നേതൃത്വവും നേട്ടവും നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഇയാസ് ബിൻ മുആദ് എന്ന് പറയുന്ന നല്ല ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ ഖൗമി ഇന്ന ഹാദാ ലഖൈറു മിമ്മാ നഹ്നു ഫീ. നമ്മൾ വന്ന ലക്ഷ്യത്തെക്കാൾ എത്രയോ ഹൈറാണ് ഇത് പറയുന്നത്. നമുക്ക് ദുന്യാവും ആഖിറവും ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ തങ്ങളെ ഏറ്റെടുക്കുക. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയൊരു നേതാവുണ്ട്, അയാള് എന്തു പറഞ്ഞു? അതിനായിട്ടില്ല. അബുൽ ഹൈസർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് അവർ വന്നിരുന്നത്. അബുൽ ഹൈസർ പറഞ്ഞു, നമ്മളിപ്പോ വന്നതിനല്ല, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇസ്ലാമം സ്വീകരിക്കുന്നതിനെ പറ്റി നബിയായിട്ട് അതൊക്കെ പിന്നെ ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ വന്നത് ഔസിനെതിരിൽ സഹായിക്കാൻ പറ്റുന്ന ഖൗമിനെ ഇവിടുന്ന് കിട്ടുമോ നോക്കാനാണ്. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റി പോയി. ഇദ്ദേഹം തിരിച്ചു ചെന്നെങ്കിലും നേരത്തെ തന്നെ ഈ കേട്ട ഉടനെ തന്നെ ഇയാസ് ബിൻ മുആദ് എന്ന മഹാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും 1 വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് മഹാനായ ഇയാസ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് ചെല്ലുന്നതായി കൂടെയുള്ളവരും ബന്ധുക്കളും പിന്നീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നെ റാഫിയ ബിൻ മുആദ് ബിൻ അഫ്രാ എന്ന ഒരു, അതുപോലെ തന്നെ അബൂ ഹാരിസ് ബിൻ റിഫാഅത്തി എന്ന് പറയുന്ന 2 ആളുകൾ പിന്നീട് മദീനയിൽ വന്നു. അവരും വേറെ ആവശ്യത്തിനാണ് വരുന്നത്. മക്കയിൽ വന്നു, ആവശ്യത്തിന് വന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. തങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും ഇസ്ലാം മതം വിശ്വസിച്ചു. ഇപ്പോഴൊന്നും കരാറും ബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് നുബുവത്തിന്റെ 11ാം കൊല്ലത്തിൽ തന്നെ റജബിൽ, മുഹറമായ മാസമാണല്ലോ, റജബിൽ മക്കയിൽ നിന്നിട്ട് മക്കയിലേക്ക് പുറത്തുനിന്ന് പല ആളുകളും ഉംറക്കും കച്ചവടത്തിനുമായി വരും. അങ്ങനെ മദീനയിൽ നിന്ന് റജബിൽ വന്ന 6 അംഗ സംഘം, ഒരഭിപ്രായത്തിൽ 8 അംഗ സംഘം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ യാദർച്ഛികമായി അവരെ കണ്ടുമുട്ടി. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് നമ്മളെ നാട്ടിൽ താമസിക്കുന്ന യഹൂദികൾ എപ്പോഴും നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. അവരും നമ്മളും തമ്മിൽ എന്തെങ്കിലും തർക്കമായാൽ പറയും, ഒരു നബി വരാനുണ്ട്, ആ നബി വന്നു കഴിഞ്ഞാൽ അവരിൽ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ആ മതത്തിൽ കൂടും. എന്നിട്ട് ആ നബിൻ്റെ കൂട്ടത്ത് കൂടിയിട്ട് നിങ്ങൾ ഈ മുശ്രിക്കുകളായ ഔസ് ഖസ്റജിനെ പണ്ട് ആദ് സമൂഹക്കാരെ ഹലാക്കാക്കിയേക്ക് ഒറ്റൊന്നിനെ വെച്ചക്കാതെ ഹലാക്കാക്കും എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പം ഇവർ തമ്മിൽ പറഞ്ഞു, സാധാരണ നമ്മളോട് യഹൂദികൾ പറയുന്ന ആ പ്രവാചകൻ തന്നെയാണ് ഇദ്ദേഹം. അവർ വിശ്വസിച്ചിട്ട് നമ്മളെ കൊല്ലാൻ വരും എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങോട്ട് വിശ്വസിച്ചാൽ പിന്നെ ഒന്നും വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഈ 8 അംഗ സംഘം അല്ലെങ്കിൽ 6 അംഗ സംഘം പരിശുദ്ധ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ കൂടെ നാട്ടിൽ വന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടത്താൻ നിങ്ങൾ എനിക്ക് പിന്തുണ തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബിയെ, ഞങ്ങളെ നാട് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലാണ്. കാരണം ഞങ്ങൾ സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരെ മക്കൾ ഔസും ഹസ്റജും തമ്മിൽ ഇപ്പം അടുത്ത് ദ്വാസ യുദ്ധം കഴിഞ്ഞതിൻ്റെ പേരിൽ തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. ഇപ്പോൾ തൽക്കാലം തങ്ങൾ വരണ്ട, ഞങ്ങൾ മദീനയിൽ പോവാം. എന്നിട്ട് ഔസിനും ഹസറജിനും തങ്ങളെ പറ്റിയിട്ട് ഈ യഹൂദികളിൽ നിന്ന് കിട്ടിയ ധാരാളം വിവരങ്ങളുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളും കൂടി ഈ സംഗതി അംഗീകരിക്കുകയാണെങ്കിൽ അവരെ കൂട്ടി ഞങ്ങൾ വരാം. തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഒരു പക്ഷേ ഔസിനെയും ഹസറജിനെയും അല്ലാഹു ഒന്നിപ്പിച്ച് കിട്ടിയാൽ ലോകത്ത് തങ്ങളെത്ര ഇസ്സത്തുള്ള ഒരാളുണ്ടാവാനില്ല. ഔസും ഹസറജും ഒന്നിച്ചു നിന്നാൽ അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു ശക്തി ഇന്ന് അറബി ലോകത്തില്ല. അതുകൊണ്ട് തങ്ങൾ ദുആ ചെയ്യും, ഞങ്ങൾ പോയിട്ടൊന്ന് പ്രവർത്തിക്കുക, അടുത്ത ഹജ്ജിന് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞവരാണ്. അങ്ങനെ അവർ പോയി വീടാന്തരം കയറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും എല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ചർച്ചയായത്. പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. കാര്യമായ എതിർപ്പൊന്നും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വാഗ്ദാനം ചെയ്തതനുസരിച്ച് അക്കൊല്ലത്തെ ഹജ്ജ് സീസണിൽ 12 ആളുകൾ മുഅ്മിനുകളായി 12 ആളുകൾ മക്കയിൽ വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഖബയിൽ വെച്ച് അയ്യാം മിനയിൽ രാത്രി കാണാമെന്ന് വാക്ക് പറഞ്ഞതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും കണ്ടുമുട്ടി, അവരുമായി സംസാരിച്ചു. അവരും തന്നെ തങ്ങളെ ഇപ്പോൾ തൽക്കാലം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിലല്ല ബുദ്ധി, മറിച്ച് ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കാം. അതിനിടക്ക് സ്ത്രീകളോട് ചെയ്ത കരാർ പോലെ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്നും ശിർക്കിനെ വെടിയണമെന്നും അക്രമങ്ങളും അനീതിയും പാടില്ലെന്നും അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങളൊക്കെ വെടിയുമെന്നും അവർ കൽപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ഈ കരാർ നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ അതിന് പകരം അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗം തരുമെന്നും ഇതിൽ വല്ല തെറ്റുകളും സംഭവിച്ചാൽ അതിനുള്ള ശിക്ഷാ നടപടി ദുനിയാവിൽ നിന്ന് നടത്തിയാൽ ആഖിറത്തിൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നും ഇല്ലാതെ മരണപ്പെട്ടു പോയാൽ അള്ളാഹു വേണ്ടുവെച്ചാൽ പുറത്തു തരും, ഇല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും എന്ന വ്യവസ്ഥ പ്രകാരം ഈ 12 ആളുകളുമായി കരാർ ചെയ്തു. അങ്ങനെ ദിവസം തോറും ഇസ്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരും. അപ്പോൾ ഉള്ളിലൊരു പൂർത്തിയേടുണ്ട്. എന്താ? ഔസും ഹസറജും ഇപ്പോഴും 2 തന്നെ, ശരിക്കും ഇങ്ങോട്ട് അടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ നിസ്കരിക്കണമല്ലോ. ഔസുകാരൻ ഇമാമെന്നാൽ ഹസറജുകാരൻ പൊറുതിയേടാ, ഹസറജുകാരൻ ഇമാമെന്നാൽ ഔസുകാരനും പൊറുതിയേടാണ്. കാരണം ആ പഴയത് കറ പറ്റട് പോകാത്തതുകൊണ്ട് ഒരു കത്തയച്ചു, നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാളയച്ചു, ഞങ്ങൾക്ക് നന്നായി ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്താനും ദീനീ ദഅവത്തിന് നേതൃത്വം കൊടുക്കാനും പറ്റുന്ന ഒരാളെ തങ്ങൾ അവിടെ നിന്ന് അയച്ചു തരണം എന്നാണ്. എന്നാൽ 2 കാര്യം നടക്കുമല്ലോ. മൂപ്പര നേതൃത്വത്തിൽ ഇമാമത്തായ 2 കൂട്ടർക്കും തുടർന്ന് നിസ്കരിക്കുന്നതിന് വിഷമവുമില്ല. ഖുർആൻ നന്നായി പഠിച്ച ഒരാളുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആളുകൾ വരികയും ചെയ്യും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ 1ാമത്തെ മിഷണറിയായിട്ട് മദീനയിലേക്ക് അയക്കുന്നത്. വലിയ മഹാനാണ്. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മുഖച്ഛായ, മാറിയാൽ അറിയില്ല, അത്രയും മുഖം നോക്കിയാൽ നബി തങ്ങൾ എന്നെ തോന്നും. അതുകൊണ്ടാണ് ഉഹദിൽ മഹാനവറുകൾ കൊല്ലപ്പെട്ടപ്പം ഇബ്നു ഖബിയ എന്ന് പറയുന്ന ശത്രുവാ കൊന്ന് അയാൾ പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദാൻ. അയാൾ വെറുതെ പറഞ്ഞൊന്നുമല്ല, മുഖത്തേക്ക് നോക്കി അങ്ങനെ എന്തിനേം തോന്നുക. അത്രയും നബി തങ്ങളുടെ മുഖസൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ മനുഷ്യൻ്റെ അവസ്ഥ? നല്ല സുന്ദരനായ സുമുഖനായ വാചാലനായ എന്നാൽ വളരെ മധുരമായ പെരുമാറ്റവും സ്വഭാവമുള്ള മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അയച്ചു കൊടുത്തു. മഹാനവറുകൾ മദീനയിൽ ചെന്ന് അവർക്ക് ഇമാമത്ത് നേതൃത്വം കൊടുക്കുകയും മാത്രമല്ല വീടാന്തരം അവരുടെ പിന്തുണയോടുകൂടി ദീനീ ദഅവത്ത് നടത്തുകയും ചെയ്തു. കാര്യമായ എതിർപ്പുകളൊന്നുമില്ലാതെ മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ആരും എതിർക്കുന്നില്ല.
നല്ലൊരു ഭാഗം വിശ്വസിച്ചവരുണ്ട്, വിശ്വസിക്കാത്തവർക്കും അതിനോട് എതിർപ്പോ വിയോജിപ്പൊന്നുമില്ല. അങ്ങനെ പിറ്റത്തെ കൊല്ലം 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന 75 അംഗ സംഘം അവിടെയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഉൾപ്പെടെയുള്ള മുശ്രിക്കീങ്ങളായ നേതാക്കളും ഒന്നിച്ചാണ് ഹജ്ജിന് വന്നത്. എന്നാൽ ഇവരിങ്ങനെ മൂമിനായിട്ടുണ്ടെന്നും വേറെ പ്രസ്ഥാനക്കാരാണെന്നും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനോട്ട് അറിയൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് രഹസ്യമായിട്ട് ഇവര് എന്താക്കി, അയ്യാമുത്ത് തശ്രീഖിന്റെ 2ാം രാവിൽ ജംറത്തുൽ അഖബയുടെ ബേക്കിലുള്ള ചെറിയൊരു കുന്നുണ്ട്, അതിനെ അഖബ തന്നെ പറയാം. ആ കുന്നിൽ പാതിരാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഒരുമിച്ച് കൂടാം, പക്ഷേ ഒന്നിച്ച് കൂട്ടമായിട്ട് വരാൻ പാടില്ല, ഓരോരുത്തരായിട്ട് വരണം, ആരും അറിയരുത് എന്ന അവസ്ഥയിൽ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അന്ന് മുസ്ലിമായിട്ടില്ല, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൂടി പാതിരാത്രി സമയത്ത് ഈ അഖബയിലെത്തി. അഖബ ഇന്നും പൂർവ്വകാലത്തെടുത്തൊരു പള്ളി മസ്ജിദുൽ അഖബ എന്ന പേരിലുണ്ട്. പലരും അത് കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത് നൂറ്റാണ്ടുകളോളം മണ്ണിനടിയിലായിരുന്നു. കാറ്റ് വന്ന് മണ്ണ് കൂടിയിട്ട് മൂടിപ്പോയതായിരുന്നു. ഇപ്പോൾ പുതിയ റോഡ് വികസനത്തിൻ്റെ സമയത്ത്, മണ്ണ് നീക്കുന്ന സമയത്ത് അത് കാണുകയും ഇപ്പം മണ്ണും പൊടിയൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. പഴയ കാല എടുപ്പാണ്, നല്ല ഭദ്രമായ എടുപ്പാണ്. മുന്നിൽ ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് ഒരു സൊഫും മെഹ്റാബും മാത്രമേ മേൽപ്പരയുള്ളൂ, ബാക്കി ചുറ്റുകെട്ടാണ്, തുറന്ന ഓപ്പൺ എയറാണ്. ഞങ്ങളവിടെ ഒരു ബസ്സിന് ആളെല്ലാവരും കൂടി പോയിട്ട് ഒരിക്കൽ ഒരു 27 അന്ന് അതിൽ വെച്ചിട്ട് ഇശാ നിസ്കരിച്ച്, തറാവി നിസ്കരിച്ച്, വിത്ർ നിസ്കരിച്ച്, ഏതാണ്ട് ഫജ്റാകാൻ സമയം വരെ അതിൽ കഴിച്ചു കൂട്ടിയിരുന്നു. വെള്ളം സൗകര്യം കുറച്ച് കുറവാണ്, അല്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആട്ടെ, ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂടിയപ്പോൾ ഈ 75 ആളുകൾ എല്ലാവരും ഉറക്കായതിന് ശേഷം ഓരോരുത്തരായി പോയി. എല്ലാവരും നിശ്ചിത സമയമായപ്പോൾ 75 ആളുകളും അഖബയിലെത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഇസ്ലാമിൻ്റെ ആവശ്യകതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചാൽ കിട്ടാവുന്ന നേട്ടങ്ങളും തുടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. നിൽക്കട്ടെ, നിങ്ങൾ എടുത്തിയാടി ബൈഅത്ത് ചെയ്യാവണം. മുഹമ്മദ് നിങ്ങൾക്കറിയാം, അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകനാണ്, ബനു ഹാഷിം ഗോത്രക്കാരനാണ്, ഈ നാട്ടിലെ ഏറ്റവും ഇസ്സത്തുള്ള ആളാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ മാന്യമായ ഇസ്സത്തോടു കൂടി ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് നിങ്ങളുടെ നാട്ടിൽ പോരണം നിർബന്ധം. നിങ്ങൾക്ക് ഈ ഏറ്റെടുക്കുന്നതിൻ്റെ അർത്ഥം ലോകത്തുള്ള മുഴുവൻ അറബികളും നിങ്ങൾക്കെതിരാവും. അങ്ങനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ നിങ്ങൾ വിഷമം വന്നുകൊണ്ട് കയ്യൊഴിയുന്നൊരു സാഹചര്യം വരുമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിൽക്കണോർത്ത് നിന്നോട്ടെ, മുമ്പൊരു കുഴപ്പം ഇവിടെ ഇല്ല. അല്ല, ഏറ്റെടുത്തത് നിങ്ങളുടെ അവസാനം വരെ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ മരണം ജീവൻ പോകുന്നത് വരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്തോളിയാർ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാനില്ല, തങ്ങളോടാണ് സംസാരിക്കാനുള്ളത്, തങ്ങൾക്ക് പറയാനുള്ളത് എന്തുണ്ടെങ്കിലും പറഞ്ഞോളിയാർ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ നാട്ടിൽ വരികയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ വരികയാണെങ്കിൽ, നിങ്ങളെ നാട്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കണം എന്ന് നിങ്ങൾ വാക്ക് തരണം. തന്നെയുമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തൃപ്തിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സന്തോഷത്തോടു കൂടിയാണെങ്കിലും പ്രയാസത്തോടു കൂടിയാണെങ്കിലും അനുസരിക്കണം, അംഗീകരിക്കണം. ഇതിന് നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പോൾ അവർ ചോദിച്ചത്, നമുക്ക് എന്താ കിട്ടുക? വലക്കുമുൽ ജന്ന, ഈ കരാർ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ഞാൻ കരാർ ചെയ്യാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ അല്ലെങ്കിൽ ബറാഅ് ബിൻ മഅറൂർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആദ്യം കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. അങ്ങനെ 73 പുരുഷന്മാരും മരണം വരെ സ്വന്തം ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ തങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നും
സന്തോഷത്തിലും സന്താപത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും തങ്ങളെ അനുസരിച്ചു കൊള്ളാം എന്നും കരാർ ചെയ്ത് 2 സ്ത്രീകളും, ആ കൂട്ടത്തിൽ ഭാഗ്യവതികളായ 2 സ്ത്രീകൾ, അസ്മാ ബിൻത് അംർ ബിൻ അദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മു മനിയ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ശരിക്കുള്ള പേര് അസ്മാ ബിൻത് അംർ ബിൻ അദി എന്ന. ഇവരാണ് ഒരു സ്ത്രീ. രണ്ടാമത്തേത് നസീബ ബിൻത് കഅബ് ബിൻ അംർ, അവർക്ക് ഉമ്മ ഉമാറ എന്നും. ആ സ്ത്രീകൾ വരെ ആ കരാർ മരണം വരെ പാലിച്ചു. ഒരു ഘട്ടത്തിൽ, നമ്മുടെ വിഷയതല്ല, ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് സഹാബത്തെല്ലാം 4 ഭാഗത്തും ചിന്നിച്ചിതറിപ്പോയി. നബി തങ്ങൾ ഒറ്റപ്പെട്ടൊരു സമയത്ത് ചുറ്റുഭാഗത്തും സൈന്യങ്ങൾ വന്ന് നിറഞ്ഞപ്പോ മഹദിയായ ഉമാറ റളിയല്ലാഹു തആല അൻഹ മരുന്ന് വെച്ച് കെട്ടാനും പരിക്കേറ്റവർക്ക് വെള്ളം കൊടുക്കാനും പോയതാ. പക്ഷേ ഈ സാഹചര്യത്തിൽ മരുന്ന് കൊടുക്കലും വെള്ളം കൊടുക്കലും എല്ലാം ആവശ്യം എന്ന് മനസ്സിലാക്കി 2 കൈയിലും വാളേന്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത്തും വലത്തും മാറി മാറി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയും ഒരു കൈ വെട്ടേറ്റ് തൂങ്ങിയപ്പോ ആ കൈ വട വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സഹാബത്ത് പുരുഷന്മാർ കണ്ട് ഓടി അടുത്ത് എത്തുന്നത് വരെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നത് പോലെ മരണം വരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത് ആ സഹാബത്ത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ വരെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരത് പാലിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണ ഈ രാജ്യത്തിന്റെ ബൈത്തുൽ മാലിൽ നിന്നിട്ട് ഓരോ സഹാബിക്കും ഒരു നിശ്ചിത സംഖ്യ കൊടുത്തിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. സ്ത്രീകൾക്ക് സാധാരണ പുരുഷന് കൊടുക്കുന്നതിന്റെ പൗതിയ കൊടുക്കുക. എന്നാൽ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പുരുഷന്മാരാകുന്ന സഹാബികൾക്ക് കൊടുക്കുന്നതിന് തുല്യമായ ഫണ്ടാണ് കൊടുത്തിരുന്നത്. അതിന് പറഞ്ഞത്, പുരുഷന്മാരാരും തൽക്കാലം രക്ഷിക്കാനില്ലാത്ത സമയത്ത് ഞാൻ കണ്ടത് ഇടത്തും വലത്തും മാറി മാറി നിന്ന് 2 കൈ കൊണ്ടിട്ടും ആയുധം ഉപയോഗിച്ച് ശത്രുവിനോട് പടവരുത്തുന്നതാണ് ഞാൻ ഉമ്മമാരെ കണ്ടത്. അങ്ങനെ ആ കരാറ് കഴിഞ്ഞിട്ട് ദുൽഹജ്ജിലാണെങ്കിൽ ആ ദുൽഹജ്ജ് അവസാനത്തോട് കൂടിയാണ് പിന്നീട് ബഹുമാനപ്പെട്ട സഹാബാക്രാമുകളെ വിളിച്ച് യാത്ര പോയി. അതിൻ്റെ ഇടക്ക് ഒപ്പിട്ടിട്ടേ ഉള്ളൂ, വഴങ്ങുന്ന ശബ്ദത്തിൽ ഖുറൈശികളെ വിളിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഒരാള്, ഓ ഖുറൈശികളെ, മുഹമ്മദും യസ്രിബുകാരും കൂടി നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ സുഖനിദ്രയിലാണോ? അട്ടഹാസം കേട്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ അതാ അസബുൽ അഖബ ഇബ്നുൽ അസീബ്, പിശാചുക്കളിൽപ്പെട്ട ശൈത്താനാണ്. ഈ അഖബയിലുള്ള അസബ് എന്ന് പറയുന്ന ശൈത്താനാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി യാ ഹബീബ് ഇന്നി ലാ അഖൂമു ലക യൗമ, നിന്നെ ഞാൻ ശരിയാക്കി തരടാ എന്ന്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോളി, എന്തായാലും കുറെ ആൾ കേട്ടിട്ടുണ്ട്. അത്ര ശബ്ദത്തിലായി അയാൾ വിളിച്ചു പറഞ്ഞ്. അങ്ങനെ എല്ലാവരും പോയി ആളുകളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ തന്നെ എല്ലാവരും പോയി. എന്നാലും ഇവർക്ക് സംശയം, ഇവരാരും അറിയാത്തേക്ക് പോലെ തമ്മിൽ പഴയ കടന്നിടത്തൊക്കെ കടന്നു. രാവിലെ ആയപ്പോൾ ചർച്ച ചെയ്തു, ഇങ്ങനെ ശബ്ദം കേട്ടല്ലോ. അന്വേഷിച്ചു വന്നു. ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ അബൂജഹൽ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് പറഞ്ഞു, മദീനക്കാരാവുന്ന നിങ്ങൾ ലോകത്ത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കാരണം അവരുടെ പ്രധാന യാത്രാമാർഗം മദീനത്ത് കൂടെ, ഷാമുക്ക് പോകണമെങ്കിൽ ആ വഴിയല്ലാതെ പോകാൻ കഴിയില്ല. അപ്പം അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നത് മക്കാർക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. നമ്മളും ആയിട്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങളെന്താ കണ്ട ഞങ്ങളുടെ നാട്ടിൽപ്പെട്ട കുറച്ച് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരെ ഏറ്റെടുത്ത് പോരുന്നു എന്ന് കേട്ടു, ശരിയാണോ ചോദിച്ചു. അപ്പം വലിയ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സാധു അറിഞ്ഞിട്ട് തന്നെ ഇല്ല, ഇല്ല, അങ്ങനെയില്ല, ഞങ്ങളെ നാട്ടുകാർ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് ചോദിക്കാതെ ഒരു ചെയ്യൂല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം മുശ്രിക്കീങ്ങളായ കുറേ നേതാക്കന്മാരുണ്ട്, ഓരും പറഞ്ഞ് നമ്മളോടൊന്നും മുടഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളോട് പറയാതെ അറിഞ്ഞു ഇല്ല എന്നുള്ള നിലക്ക് ഇവർ തിരിച്ചു പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ഇവർ പോകുന്ന വഴിയിൽ അന്വേഷണത്തിൽ ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടു, തീർച്ചയായും ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങളും സഹാബത്തും മദീനയെ ലക്ഷ്യം വെച്ച് പോകാൻ പോവുകയാണ്. മദീന മുസ്ലിങ്ങളുടെ കേന്ദ്രമായാൽ
ഖുറൈശികളുടെ പ്രധാന വരുമാന മാർഗമാവുന്ന ഈ ഷാമിലേക്കുള്ള യാത്ര എന്നേക്കുമായി തടയപ്പെടും, മക്ക പട്ടിണിയാവും. അങ്ങനെ ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് പിന്തുടർന്നു. ഇവര് പോയെങ്കിലും ബേക്കിൽ കുടുങ്ങി രണ്ടാട് മാത്രം. ലാസ്റ്റ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹു മുൻദിർ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടാളും ബേക്ക് പെട്ടുപോയി. ഇവർ പിടിച്ചു, രണ്ടാളെയും പിടിച്ചു. പക്ഷേ മുൻദിർ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു കോതറി ഓടി രക്ഷപ്പെട്ടു. സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹു കുടുങ്ങി. വലിയ നേതാവാണ്, കുടുങ്ങി. അദ്ദേഹത്തെ കൈ രണ്ടും പിന്നോട്ട് കൂട്ടിക്കെട്ടി പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കിട്ടണോല് മർദ്ദിക്കുകയാണ്. അങ്ങനെ മക്കയിലെത്തി മുമ്പ് പറയാ, ഒരു നല്ലൊരു യുവാവിനെ ഞാൻ കണ്ട എന്തൊരു സുന്ദരനാണ്, നല്ലൊരു ആജാനുബാഹു, നല്ല യുവാവ്. അയാളെ മുഖം പറയുന്നുണ്ട്, ഒരു മാന്യനാണ്. ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒരാളുടെ ഒരു കുണം കിട്ടുകയാണെങ്കിൽ ഇയാളോട് കിട്ടും. പക്ഷെ അയാൾ അടുത്തെത്തിയതോടുകൂടി കൈ ചുരുട്ടി പിടിച്ച് എന്നെ നെഞ്ഞത്തൊരു ഇടിയാണ്. അതോടുകൂടി ഞാൻ മനസ്സിലാക്കി ഇനി ഇവിടുന്ന് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ മർദ്ദനം തുടരുന്നതിൻ്റെ ഇടയിൽ പണ്ട് നമ്മൾ പറഞ്ഞ അബുൽ ബഹ്തരി ഉണ്ടല്ലോ, ഈ അബുൽ ബഹ്തരി ആൾ മുശ്രിക്ക് തന്നെയാണ്. ആളെടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല മിസ്കീൻ, ഈ മക്കയിൽ നീയുമായിട്ട് ബന്ധം കരാറും ഒക്കെ ഉള്ള ആരും ഇല്ലേ? ഇച്ചൊരു മദീനക്കാരനല്ലേ? ആ ഉണ്ടല്ലോ, രണ്ടാളുണ്ട്, ഞാൻ എപ്പോഴും സഹായിക്കുന്ന രണ്ടാളുണ്ട്. ഒന്ന് പണ്ട് നമ്മൾ പറഞ്ഞ ജുബൈർ ബിൻ മുത്തൈം, അയാൾ മരിച്ചു, അയാളെ മകൻ ഉണ്ട്. ജുബൈർ ബിൻ മുത്തൈമിന് ബാദിന്റെ മകൻ ജുബൈർ ബിൻ മുത്തൈമിന് അദി എന്ന് പറഞ്ഞ ഈ ജുബൈറിനും അതുപോലെ തന്നെ ഹർബ് ബിൻ ഉമയ്യത്തിന്റെ മകൻ ഹാരിസിനും, ഈ രണ്ടാളും കച്ചവടമായിട്ട് മദീനത്ത് വരുമ്പോഴും അവിടെ നിന്ന് പോകുമ്പോഴും അവർക്കും അവരുടെ ചരക്കിനും ഞാനാണ് സാധാരണ സംരക്ഷണം കൊടുക്കാറ്. ഇങ്ങനെ രണ്ടാളുണ്ട്. അപ്പോൾ ഇയാൾ അബുൽ ബഹ്തരി പറഞ്ഞു, എന്നാ ചങ്ങായി ആ രണ്ടാളെ പേര് വിളിച്ച് സഹായം തടഞ്ഞ്. അങ്ങനെ ഇവർ രണ്ടാളെയും വിളിച്ച് ഇയാൾ അട്ടഹസിച്ചു. നേരെ അബുൽ ബഹ്തരി കയറിപ്പോയി പള്ളിയിൽ ചെന്ന് നോക്കി. പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ രണ്ടാളും എവിടെ ഇരിക്കുന്നുണ്ട്? ഹത്തീമിലുണ്ട്. ചെന്നിട്ട് പറഞ്ഞു, അല്ല മക്കളെ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ, യസ്രിബുകാരനായിരിക്കുന്ന ഒരു ചങ്ങാതി അതാ നിങ്ങളെ ബന്ധുക്കാരാണല്ലോ, ഓനത് നിങ്ങളെ വിളിച്ചിട്ട് കരയുന്നു. അപ്പോൾ ഇവർക്ക് അഭിമാന പ്രശ്നം. ഇവർ രണ്ടും ഓടിച്ചെന്ന് നോക്കുമ്പോൾ സഅദ് ബിൻ ഉബാദത്ത, പടച്ചോനെ, നമ്മൾ എപ്പം മദീനത്ത് കൂടെ പോവുകയാണെങ്കിലും നമ്മളെ ചരക്കും നമ്മളെ തടിയും സംരക്ഷിക്കുന്ന ഇയാളാണ്. അത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അവർക്ക് അമാന് കൊടുത്തിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ രണ്ടാളുകളുടെ അമാനിൽ രക്ഷപ്പെട്ട് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുമതി കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മഹത്തായ സ്വലാത്തും അതുപോലെ തന്നെ അസറിന് ശേഷം തന്നെ 5 മണിൻ്റെ മുമ്പ് തന്നെ തുടങ്ങും ഇൻഷാ അല്ലാഹ്. മൗലിദ് പാരായണവും ബുർദ പാരായണവും റബീഉൽ അവ്വലാണല്ലോ. എന്നിട്ട് ആ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ നമ്മളെ പരിപാടി ഉണ്ടാവില്ല. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.